ഇറാൻ അമേരിക്ക യുദ്ധം പൂർണ്ണമായ ഒരു സമാധാനത്തിലേക്ക് എത്തുമോ, സമാധാന കരാർ ഒപ്പിടുമോ എന്നുള്ള ആശങ്കകൾക്കിടയിൽ ഇപ്പോൾ 4 രാജ്യങ്ങൾ ഒരു വലിയ യുദ്ധത്തിനായി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങളുടനീളം കാണാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് റഷ്യ തന്നെയാണ്. റഷ്യ ഉക്രൈന് അപ്പുറത്തേക്ക് നാറ്റോ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചേക്കുമെന്ന് അവരുടെ വിദേശകാര്യ മന്ത്രി തന്നെയാണ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ചൈന തായ്വാനിൽ പിടിമുറുക്കുന്നതും തായ്വാൻ ഏത് നിമിഷവും ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതിന് കാരണം 2027 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കാലാവധി അവസാനിക്കുകയാണ്. കാലാവധി അവസാനിക്കും മുമ്പ് തായ്വാൻ ചൈനയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷീ ജിൻപിങ് ചൈനയിൽ അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് അധിക സമയങ്ങളില്ല. അതുകൊണ്ട് തന്നെ ചൈന തായ്വാൻ യുദ്ധം ആസന്നമാണെന്ന് അവരും കരുതുന്നു. ഇതിനിടയിൽ മറ്റൊരു രാജ്യം ഉയർന്നു നിൽക്കുന്നു, അത് ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയക്കെതിരെ അമേരിക്ക നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയ പറയുകയുണ്ടായി. ഈ അടുത്ത സമയങ്ങളിൽ ദക്ഷിണ കൊറിയയും ജപ്പാനുമായി ഉത്തര കൊറിയ വലിയ സംഘർഷ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അനവധി ബാലിസ്റ്റിക് മിസൈലുകളും ആണവ മിസൈലുകളും ഒക്കെ തുടരെ കിം ജോങ് ഉൻ പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്നുമുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ അമേരിക്ക ഇനി നോട്ടപ്പെടുന്ന രാജ്യം ഉത്തര കൊറിയയാണ് എന്ന് ദക്ഷിണ കൊറിയ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഉത്തര കൊറിയയും യുദ്ധത്തിന്റെ മുൻപന്തിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു രാജ്യം ഇറാനാണ്. ഇറാനിൽ ഈ സമാധാനം എത്ര നാൾ മുൻപോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അമേരിക്ക കൂടി ഹോർമുസിൽ ടോൾ പിരിക്കുമെന്ന് പറഞ്ഞതോടുകൂടി സംഘർഷം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ 4 രാജ്യങ്ങൾ വല നെയ്യുന്നു. ലോകമഹായുദ്ധത്തിന് സാധ്യതകൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.